ചെയ്യുന്ന ഹദീസിൽ കാണാം. ആ പിതാവ് ചോദിച്ചു ആയിഷ ബീവിയോട് റളിയല്ലാഹു അൻഹ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരിപ്പ് എങ്ങനെയായിരുന്നു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് രോമവസ്ത്രം കൊണ്ടുള്ള ഒരു പുതപ്പാണ്. എന്നിട്ട് ആയിഷ ബീവി പറയുകയാണ്, അത് 2 മടക്കാക്കി ഞങ്ങൾ വിരിച്ചു കൊടുക്കും. ഒരു ദിവസം മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ വിരിപ്പ് ഞാൻ 4 മടക്കാക്കി വിരിച്ചു തരാം, അപ്പം നല്ലൊരു സോഫ്റ്റ് ഉണ്ടാകുമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. അങ്ങനെ സുബഹിക്ക് എണീച്ചപ്പോൾ മുത്തുനബി ചോദിച്ചു, ഇന്നലെ എനിക്ക് ഏത് പുതപ്പാണ് എനിക്ക് വിരിച്ചു തന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, അങ്ങയുടെ വിരിപ്പ് തന്നെയാണ് ഞങ്ങൾ വിരിച്ചു തന്നത്, പക്ഷേ അത് 2 മടക്കാക്കുന്നതിന് പകരം 4 മടക്കാക്കിയിട്ടാണ് വിരിച്ചു തന്നത്. അതൊരു സോഫ്റ്റ് ലഭിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നബിയെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് പറയുന്നുണ്ട്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ആദ്യം എങ്ങനെയാണോ വിരിച്ചത് അതുപോലെ തന്നെ എനിക്ക് വിരിച്ചു തന്നാൽ മതി. കാരണം 4 മടക്കാക്കി വിരിക്കുമ്പോൾ എനിക്ക് നല്ല രൂപത്തിൽ ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്, നല്ല നേർമല്യമുണ്ട്, അത് എനിക്ക് രാത്രിയുടെ നിസ്കാരത്തിന് കോട്ടം സംഭവിക്കുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത്രത്തോളം മൃദുലമായ ഒരു ആഡംബരവുമില്ലാത്ത ജീവിതമായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ മുത്തുനബിയോടല്ലേ ഉഹുദ് മലയോളം മുഴുവനും സ്വർണം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്? അപ്പം മുത്തുനബി വേണ്ട എന്ന് പറഞ്ഞു. കാരണം ലളിതമായ ജീവിതമാണ് മുത്തുനബി ആഗ്രഹിച്ചത്. അതുപോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ അവരുടെ അനുയായികളായ നമുക്ക് കഴിയണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വരാൻ പോവുകയാണ്. ധാരാളം സ്വലാത്തുകളെ കൊണ്ട് ആ മാസത്തെ ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.